ഹലോ കൂട്ടുകാരെ, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വന്ന വീഡിയോ എന്താ പറയുക, ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു മസാലക്കറിയല്ല, പിന്നെ ഗ്രേവിയൊന്നും അധികം ഇല്ലാത്ത ഒരു പൊട്ടാറ്റോ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. ചോറ് നമുക്ക് ഇറച്ചി മീനൊന്നും ഇല്ലെങ്കിലും അതേപോലെ തന്നെ അതേ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ കുറേ ആയിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, സമയക്കുറവുകൊണ്ടാണ്. അപ്പോൾ ഇനി മുതൽ ഇൻഷാ അല്ലാഹ് പിന്നെ കറക്റ്റ് മുന്നോട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കണം. അപ്പോൾ അതിന് എന്തൊക്കെ എടുത്തതെന്ന് നോക്കാം നമുക്ക്. അത് ദോശക്കായാലും ചപ്പാത്തിക്കായാലും ചോറിനായാലും മക്കൾക്ക് സ്കൂളിലേക്കൊക്കെ കുട്ടികൾക്ക് നല്ലതാട്ടോ. അതിനായിട്ട് ഒരു 3 ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്, ചെറുതാക്കി കൊത്തി അരിഞ്ഞതാണ്. അതുപോലെ സവാള അതേപോലെ ചെറുതാക്കി അരിഞ്ഞതാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, ഇഞ്ചി ചെറിയൊരു കഷ്ണം കേട്ടോ, കുഞ്ഞൊരു പീസാണ്. പിന്നെ വെളുത്തുള്ളി 3 അല്ലി, പിന്നെ ഒരു പച്ചമുളക് കേട്ടോ. പിന്നെ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടി കുറച്ച് കൊടുക്കാം. അതേപോലെ 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാല, പിന്നെ ഒരു 3 സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ. അത് കാശ്മീരോട് മിക്സ് ആക്കിയുള്ള മുളക് പൊടി, അതാണ് 3 സ്പൂൺ ഇട്ടത്. പിന്നെ എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന വെച്ചിട്ടാണ് ടേസ്റ്റ് ഉണ്ടാവുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് കൂടുതൽ വന്നതിന് ശേഷം പിന്നെ അതിലേക്ക് നമുക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറിയിട്ട് വേണം, കരിഞ്ഞു പോകരുത്. ഈ ഒരു ചട്ടിയിൽ, നല്ല ചട്ടി കേട്ടോ, ചെറിയ പൈസക്ക് വാങ്ങിയതാണ്. നമ്മളെ വലിയ വലിയ ഈ ഹോട്ടലിലൊക്കെ കാണില്ല, വലിയ കുഴിയുള്ള ഒറ്റ കൈയുള്ള ചട്ടിയില്ല, അങ്ങനത്തെ ഒരു സാധനം. അത് അയൻ്റെ ആണെങ്കിലും കട്ടി കുറഞ്ഞതാട്ടോ, പക്ഷെ നല്ല കരിഞ്ഞു പോകുന്നില്ല, നല്ലതാണ്. ഉണ്ടാക്കാനൊക്കെ നല്ലതാട്ടോ, കറിയൊക്കെ ഉണ്ടാക്കാൻ. ആ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ഒരു ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വലിയൊരു സവാള എടുത്തിട്ടോ, വലിയൊരു സവാള സവാളയുടെ പകുതിയോ 1.5 സവാള ഇട്ടത്. നമ്മൾ എത്രയാണ് ഉണ്ടാക്കുന്നതനുസരിച്ച് കൂട്ടിയും കുറച്ച് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് നമുക്കിനി പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഈ സമയത്തില്ലേ, ഞാൻ ഇടാൻ മറന്നു പോയതായിരുന്നു, ഉപ്പിടുന്ന കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ആ മഞ്ഞൾപ്പൊടി കരിഞ്ഞു പോകരുത് കേട്ടോ. എണ്ണയിലേക്ക് ഉള്ളിയൊക്കെ ഇടുന്നതിന് മുമ്പ് തന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി, നമ്മൾ എന്തുണ്ടാക്കുമ്പോഴും മീൻകറി ഉണ്ടാക്കുകയാണെങ്കിൽ എന്തുണ്ടാക്കണം, മഞ്ഞൾപ്പൊടി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതൊരു ടിപ്സാട്ടോ, അതൊന്ന് ചെയ്ത് വെക്കണം നിങ്ങൾ. ഞാൻ മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊന്ന് അധികം തീ കൂട്ടാതെ കരിഞ്ഞു പോയത് കേട്ടോ. ശരിക്കും ചോറിന് ഈ ഒരു കറി മാത്രം മതി കേട്ടോ. ചോറിന് ചപ്പാത്തിക്ക് അല്ലെങ്കിൽ മക്കൾക്ക് സ്കൂൾ കൊടുത്തുവിടാനൊക്കെ നല്ലതാണ്. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച പൊട്ടാറ്റോ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ കുഞ്ഞാക്കി അരിയണം. പിന്നെ ചെറുതായിട്ട് കുറച്ച് നീളത്തിൽ അരിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. അത് നന്നായിട്ട് വന്ന് ചെറിയ തീയിൽ, തീ കൂട്ടി വെക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ട് ഒരു 2 മിനിറ്റോളം ഇളക്കി കൊടുക്കുക കേട്ടോ. അങ്ങനത്തെ വെള്ളമൊന്നും ഒഴിക്കണ്ട. വെള്ളം വേണമെങ്കിൽ ലാസ്റ്റ് നമുക്കെല്ലാം നോക്കിയതിന് ശേഷം കുറച്ചൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുക കേട്ടോ. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ട് 2 മിനിറ്റോളം ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റൊക്കെ അങ്ങനെ ഉണ്ടാക്കുന്നത് ഏത് കറിക്കോ. പിന്നെ നമ്മൾ തീ കുറച്ച് വെച്ച് തന്നെ ഒന്ന് ആവി കയറ്റിയിട്ട് വേവിപ്പിച്ചെടുക്കണം. കണ്ടല്ലോ, ഇപ്പം തന്നെ ഏകദേശം പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ പകുതി വേവായതിനു ശേഷം നമുക്ക് അതിൻ്റെ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ആ മസാലയൊക്കെ ഒന്നിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇത് അങ്ങനെ തന്നെ തീ കൂട്ടി വെക്കുക തന്നെ ചെയ്ത് കേട്ടോ. തീ കൂട്ടി വെച്ചാൽ നമുക്ക് ഏതൊരു കറിയാണെങ്കിലും ഒന്ന് തിളച്ചതിന് ശേഷം ഒന്ന് ചെറിയ തീയിൽ വേവുന്നതായിരിക്കും ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുകയും ചെയ്യുന്ന, ഒരു കൈ കൊണ്ടാണ് പണിയെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സൈഡൊക്കെ കാണുന്നത് കേട്ടോ. അതൊന്ന് ക്ഷമിക്കണേ. എന്നിട്ട് നന്നായിട്ട് ആ ചെറിയൊരു തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിന് ഇളക്കിയിട്ട് പിന്നെ നന്നായിട്ട് ആ മസാലയൊക്കെ ഒന്ന് ചൂട് പിടിച്ചതിന് ശേഷം ഞാൻ കുറച്ച് നല്ല തിളച്ച വെള്ളം ഇട്ട് അര ഗ്ലാസ് ഒന്നുമല്ല, 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അമർത്തി മൂടി വെക്കുക കേട്ടോ. പിന്നെ വെള്ളം ഒഴിക്കാതെ വെള്ളത്തോടെ കൂടി വെച്ചാൽ ഈ ഒരു കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്ത് കുഴഞ്ഞു പോകരുത് കേട്ടോ. കുഴഞ്ഞു പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ ആ ഒരു കഷ്ണങ്ങൾ ഉടയൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് എടുക്കണം. അപ്പോൾ അതിൻ്റെ മേലെ കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കരിവേപ്പിലിൻ്റെ കൂടെ തന്നെ പച്ച വെളിച്ചെണ്ണ കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കേട്ടോ. എല്ലാം ഫ്രൈ ചെയ്ത് വെക്കാം.